ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ന്യായീകരിക്കല്ല. അവൻ ചെയ്ത് തെറ്റന്നെയാ. രാധികയുടെ അച്ഛനോട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്കും അതന്നെ പറയാനുള്ളത്. താൻ അറിയാത്ത ഒരു രഹസ്യവും തന്റെ ഭർത്താവിനുണ്ടാവരുതെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതിനിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ രാധികയ്ക്ക് ബോധ്യപ്പെട്ടതല്ലേ. പാവം, അവന്റെ ഇപ്പോഴത്തെ കോലം കണ്ട ആർക്കായാലും സങ്കടം വരും. അതിന് രാധിക വരില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലേ രാധികേ? എടാ, ഈ ഫ്ലാറ്റിലെ മുഴുവൻ പെണ്ണുങ്ങളും നിന്റെ ആരാധകരായത് എങ്ങനെയാ? നിന്റെ പാചക നൈപുണ്യം കൊണ്ട് രുചിയായ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യയെ എന്ത് കോംപ്രമൈസിന് തയ്യാറാവും? നിനക്കറിയോ, ഒരു സ്ത്രീയുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി അവളുടെ നാവിലൂടെയാ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയുണ്ടല്ലോ, അത് അവളെ ഇവിടെ കെട്ടിയിടും. ശരിയാ, ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചുണ്ടാക്കിയ ബിരിയാണി കഴിച്ചോണ്ടായിരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത്. ആഹാ, എങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട, നീ വെപ്പ് തുടങ്ങിക്കോ. ഈശ്വര, ഇത് അദ്ദേഹമാണല്ലോ. അമ്മയോട് ക്ഷമിക്കും മോനെ, നീ എങ്ങനെ രക്ഷപ്പെടും? ഇതെവിടെ നോന്നു? ആരെങ്കിലും ഓടി വരണേ, ദേ ഒരു കൊച്ച്. ചേട്ടാ ചേട്ടാ, ഒന്ന് ഓടി വന്നേ. എന്താ, എന്ത് പറ്റി? ദേ ഇത് തന്നെ പറ്റിയത്. ഇതാണോ വെച്ചാ? അതിനെ എനിക്കറിയാൻ പാടുള്ളത്. ആരോ വെച്ചത്? എന്റെ പൊന്നേട്ടാ, കൊച്ചിനെ പിടിച്ചൊന്ന് പുറത്തേക്ക് ഇറക്കിയേ. ദേ അച്ചാച്ചെന്നല്ല വിളിക്കുന്നത്. ദേ ആ കൊച്ചെന്ത് ഒച്ച വെച്ചു എന്ന് പറഞ്ഞത് അച്ഛനാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലേ? വേണ്ട, ഞാൻ ഈ സാധനത്തിന് എടുത്ത് പുറത്തേക്കാൻ പോവാ. എന്നിട്ട് വേണം വല്ല വണ്ടി കയറി ഞങ്ങൾ സമാനം പറയാൻ. എടുത്തോട്ട് പോടോ അവിടുന്ന്. ഞാൻ ഇവിടെ കൊണ്ടുപോവാൻ? തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്കാ? പിന്നെ അല്ല. എന്റെ ചേട്ടാ, എനിക്ക് കുട്ടികളുണ്ടാവാറായിട്ടില്ല. എന്താ തന്നെ ആണല്ലേ? അയ്യോ അതല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളേ ഉള്ളൂ. ഭാര്യയാണെങ്കിൽ പണി വീട്ടിൽ പോയിരിക്കാം. അതിന്റെ ഇടയിൽ അവിടെ നിന്ന് എങ്ങനെ ഒരു കുരുത്തക്കെട്ട കൊച്ച്? ചേട്ടാ, ഇതെന്റെ കൊച്ചല്ല. തന്റെ കൊച്ചല്ല അല്ലേ? എന്നാലും അനാഥാലയത്തിനും കൊണ്ടാക്കണോ? പിന്നെ ഈ കൊച്ചിനെ ഈ പരിസരത്തെങ്ങാനും ഇട്ടാലുണ്ടല്ലോ, തന്റെ കയ്യും കാലും ഒടിച്ച് ചവിട്ടിക്കൂട്ടി ചിരട്ടയിലാക്കി പുഴയിലൊഴുക്കും. അനാഥാലയം പോട്ടാറടക്കാൻ നീങ്ങി കൊച്ചെ. ആരെപ്പോ ഒന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കുട്ടി അവരോട് പറഞ്ഞുവിടാം. എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ അത് ഒരു അത്യാവശ്യത്തിന് ദാ ഈ പണം മുഴുവൻ വെച്ചോളൂ. അതുപോലെ എന്താ ആവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. എന്റെ ഫോൺ നമ്പർ. അയ്യോ, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല കേട്ടോ. എന്ന് ഞാൻ പറട്ടെ. എന്നെ നോക്കി ചാച്ചാന്നൊക്കെ വിളിച്ച് അച്ഛനാക്കാൻ നോക്കല്ലേ കൊച്ചൻ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ അമ്മയോട് ചോദിച്ചോളാം പറയായിരുന്നു ഞാൻ കൊച്ചിനോട്. ചോദിച്ചോളൂ, അമ്മയോട് ചോദിച്ചോളൂ. ആ പോയത് നിന്റെ അച്ഛനാണെന്ന് നിന്റെ അയാളുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ? ആഹാ, രാധിക വന്ന് കയറിയ സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഗോപാലകൃഷ്ണൻ. അതാണ് ഈ മനപ്പുറത്തെന്ന് പറയുന്നത്. നീ ചെന്ന് ഫോൺ എടുക്ക്. അയാള് തന്ന നമ്പർ തന്നെയാണല്ലോ ഇത്. ആരും എടുക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, ഗോപാലകൃഷ്ണന്റെ വീടല്ലേ? അതെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. എന്താ കാര്യം? ഇത് സെന്റ് മേരീസ് ഓർഫനേജിൽ നിന്നാ. കുറച്ചു മുമ്പ് ഗോപാലകൃഷ്ണൻ അയാളുടെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ പേരെന്താന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഹലോ ഹലോ ഹലോ, എന്തു പറ്റി? ഹലോ, അതെ, ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നിങ്ങക്ക് പറയാൻ പറ്റൂല്ലെങ്കിൽ അത് പറ. നിങ്ങൾ ആരാ? എങ്ങനെയുണ്ടായാലും സംരക്ഷിക്കാൻ കുറെ അനാഥാലയങ്ങളുണ്ടല്ലോ. മനസ്സിലായല്ലോ ഗോപാലകൃഷ്ണൻ ഒരു കുട്ടിയുണ്ടെന്ന്. ബ്ലഡി ചീറ്റ്. രാധിക, എന്താ എല്ലാരും കൂടെ? വാ.
മോളെ, ആ കുട്ടിയുടെ കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ കഴിയാനാ ഭാവം? നാളെ നിന്റെ അനിയത്തിക്കൊരു ആലോചന വന്നാൽ നീ കാരണം അത് മുടങ്ങരുത്. മേനോൻ സാറിന്റെ മക്കൾ താൻ തോന്നികളാണ്. ഒരുത്തി കണ്ടില്ലേ, കല്യാണം കഴിച്ച് അയച്ചിട്ടും സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഒരാൾ പെണ്ണന്വേഷിച്ചു വരുവോ? അവളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ തിരിച്ചു പോയേ പറ്റൂ. അച്ഛൻ പറഞ്ഞ ശരിയാ മോളെ. പക്ഷെ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം നിന്റെ കൂടെ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കില് ഏത് പട്ടാളം വന്നാലും ഒരു ചുക്കും നടക്കില്ല. Boys, come. Gopalakrishnan! Where is my son, Gopalakrishnan? ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത്? അതെ. ആരാ? ആ പെട്ടിയുടെ കൊണ്ടേക്ക്. പീച്ചേ മുട്ട്. സ്റ്റൽ. I am Captain KG Nair. Where is my son Gopalakrishnan? ഗോപാലകൃഷ്ണന് ഇങ്ങനൊരു അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, അവൻ പറയില്ല. കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും, എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത്, അവൻ വന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വേർ ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഇവിടെ ഒരാൾക്ക് മീശ വെച്ചുണ്ടല്ലോ, നിങ്ങൾ നോക്കണോ? നിങ്ങൾ മിലിറ്ററിലാണോ? അല്ല, പിന്നെ മീശ വെച്ചത് വച്ചതല്ല, ഉള്ളതാ. അതെയോ? യെസ്, കം ഓൺ. ഗോപാലകൃഷ്ണൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. അത് സാരയില്ല, അവൻ വരുന്നവരെ സാർ നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കട്ടെ. ആയിക്കോട്ടെ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഓ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇയാൾ യുദ്ധത്തിന് പോയിട്ടുണ്ടെന്ന് ചോദിക്കുവോ? ക്യാ ക്യാ? അല്ല, ഇവള് ചോദിക്കുകയായിരുന്നേ, സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന്. പോയിട്ടുണ്ടോന്നോ? സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ ചോദിച്ചോളൂ. സാർ ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടിൽ വല്ല ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോന്ന്? ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലവലാതി. അലോപ്പതിയും ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കോ? അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം. ഗോപാലകൃഷ്ണ, ദേ ഇയാളുടെ വീട്ടില് കിട്ടുന്നറിയോ അടിയന്തരോ? അടിയന്തര അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തരം ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്, അവര് തിന്നിട്ടേ. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. അയ്യോ, ഇത്തിരി പൂന്തോട്ടി പറിക്കാൻ വന്നതാ മക്കളെ. ഒരു പതിവ്രതകള്. ഇതെന്നത്? വെള്ളം. അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണം നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ, ഫുഡിങ്, ബാസ്റ്റഡ്. ബാസ്റ്റഡ് എന്ന് പറഞ്ഞ തന്തയിലാത്ത കസ്റ്റാർഡാ. അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട. അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടത് ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്ന ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്ത് മീൻ എവിടെയാണ് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. അയ്യോ. എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അടിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി. കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നില്ല. അത് പോട്ടെ, അവന്മാരങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും.
ഇനി ഞാൻ ഇവിടെ നിന്ന് കൊലപാതകയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നത്. എവിടെ എനിക്കുണ്ട് അമ്മയും പെങ്ങളൊക്കെ. ഗോപാലകൃഷ്ണ, ഇന്നലെ രാത്രി ഇയാളെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. അതേനെ വെറുതെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങക്ക് നുണ പറഞ്ഞ എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അത് തനിക്ക് എങ്ങനെ അറിയാം? എന്റെ ബന്ധു അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കൊരു അവസരം കൂടി തരും ഒന്ന് സംസാരിക്കാനാണെന്ന്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് വിചാരിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയ. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ, ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ